ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നല്ല കുറുകിയ ഗ്രേവിയോട് കൂടിയിട്ടുള്ള ഒരു അയല മുളകിട്ടതാണ് ഉണ്ടാക്കുന്നത്. കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അത് ചൂടായപ്പോൾ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ അതിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവ ഇട്ടിട്ട് അതൊന്ന് മൂപ്പിച്ചെടുക്കണം. അത് മൂത്ത് വന്നപ്പോൾ 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയും 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുത്തിട്ട് അതിൻ്റെ പച്ചമണം ഒന്ന് മാറി വരുന്നത് വരെ തീ കുറച്ച് വെച്ചിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇതിപ്പോൾ പച്ചമണമൊക്കെ മാറിയിട്ട് നല്ലൊരു സ്മെല്ല് വന്നിട്ടുണ്ട്. ഇനി 10-15 ചെറിയ ഉള്ളി കട്ട് ചെയ്തത് ചേർത്തിട്ട് ഉള്ളിയുടെ കളറൊന്ന് മാറി വരുന്നത് വരെ വഴറ്റണം. ഉള്ളിയുടെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി വന്നപ്പോൾ തീ കുറച്ച് വെച്ചിട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2.5 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്തിട്ട് പൊടികളൊന്ന് മൂപ്പിച്ചെടുക്കണം. മുളക് പൊടിയുടെ അളവൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. നമ്മുടെ എരിവിനനുസരിച്ചിട്ട് മാറ്റങ്ങൾ വരുത്താം. പൊടികളുടെ പച്ചച്ചുവ മാറി വരുന്നതുവരെ നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണം. പൊടികളൊന്ന് മുരിഞ്ഞ് നല്ല ഡാർക്ക് കളറായി വന്നാൽ 3-4 പച്ചമുളക് കട്ട് ചെയ്തതും നല്ല പഴുത്ത ഒരു തക്കാളി കട്ട് ചെയ്തതും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് തക്കാളി ഒന്ന് വെന്തിട്ട് നല്ല സോഫ്റ്റ് ആകുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. തക്കാളി നല്ലതുപോലെ വേവിച്ചെടുത്താൽ നമ്മുടെ കറിക്ക് നല്ല കട്ടി ഉണ്ടാകും. ഇപ്പോൾ പൊടികളും തക്കാളിയും ഒക്കെ നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് പുളി പിഴിഞ്ഞിട്ട് അരിച്ച് വെച്ചതുകൂടി ഒഴിച്ചു കൊടുക്കാം. നമുക്ക് എത്ര ഗ്രേവി വേണോ അത്രയും ചൂടുവെള്ളം കൂടി ഒഴിച്ചിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. ഞാനിതിലേക്ക് 1.5 കപ്പ് ചൂടുവെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ട് 10 മിനിറ്റ് അടച്ച് വെച്ചിട്ട് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ 10 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. കറി നന്നായി തിളച്ച് വരുന്നുണ്ട്. ഇതിലേക്ക് ഇനി മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുത്തിട്ട് ചട്ടി ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുത്തിട്ട് വീണ്ടും അടച്ച് വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് കൂടി വേവിച്ചെടുക്കണം. 10 മിനിറ്റിന് ശേഷം തുറന്നിട്ട് കുറച്ച് കറിവേപ്പിലയും 1 ടീസ്പൂണ് വെളിച്ചെണ്ണയും കൂടി ചേർത്തിട്ട് അടച്ച് വെച്ചിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ കറി നല്ലതുപോലെ ഒന്ന് വറ്റി ഗ്രേവി പാകത്തിന് തിക്കായിട്ടുണ്ട്. ഈ ചട്ടിയുടെ ചൂടിൽ കറി ഒന്നുകൂടി നല്ല തിക്കായിട്ട് വരും. നല്ല കുറുകിയ ഗ്രേവിയോട് കൂടിയ അയല മുളകിട്ട കറി റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഏത് മീൻ വെച്ചിട്ടും ഇതുപോലെ മുളകിട്ടത് റെഡിയാക്കിയെടുക്കാം. ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അടുത്തു തന്നെ നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും വരാം. താങ്ക് യു.